ഗുഡ് മോർണിംഗ്. CCV അവതരിപ്പിക്കുന്ന കോഫി വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഈ ഒരു വർഷം കൂടെ ജനവിധി തേടുന്ന മായ ടീച്ചറുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇലക്ഷൻ്റെ വലിയൊരു തിരക്കിലാണ് അല്ലേ? എന്താ ഈ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? പ്രവർത്തനങ്ങൾ ഒന്നാം വട്ടം ജനങ്ങളെ കാണൽ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ ബ്ലോക്ക് ഓരോ ദിവസം എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ചെന്നിട്ട് കുറച്ച് വീടുകൾ, എല്ലാ വീടുകളും കയറല് നടക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പുലാക്കോട് ഡിവിഷനിലെ വീടുകൾ കയറാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് നാളെയും കൂടെ ആകുമ്പോൾ ഒരു റൗണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം പൂർത്തിയാവും. കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു അവലോകനം, കാരണം പ്രേക്ഷകരും അതുപോലെ തന്നെ സമ്മതിദായകരും അതിങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം കുറേയൊക്കെ ടീച്ചറുടെ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭാഗമായിക്കൊണ്ടുള്ള പ്രവർത്തന മേഖലയിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഡിവിഷനിൽ, പ്രത്യേകിച്ച് ചേലക്കര ഡിവിഷനിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? ചേലക്കര ഡിവിഷനിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രധാനമായിട്ടും എൻ്റെ ഈ ഡിവിഷനിൽ 2 ഗവൺമെൻറ് സ്കൂളുകളുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന 2 ഗവൺമെൻറ് സ്കൂളുകളുണ്ടായിരുന്നു. ആ 2 സ്കൂളുകളുടെയും പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ഉള്ളതിനെ നിലനിർത്തി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് എനിക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പുതിയ ബിൽഡിങ്ങുകൾ വന്ന സ്കൂളുകളാണ്. നമുക്കറിയാം, കിഫ്ബിയുടെ ഭാഗമായിട്ട് നമ്മുടെ ചേലക്കര SMT സ്കൂളിലും അതുപോലെ പാഞ്ഞാൾ ഹയർ സെക്കൻഡറി സ്കൂളിലും പുതിയ ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഫർണിച്ചറുകൾ, ബെഞ്ച്, ഡെസ്ക്, അതുപോലെ തന്നെ ബോർഡുകൾ, വൈറ്റ് ബോർഡ്, ഗ്രീൻ ബോർഡ്, ഇത് ഒക്കെ പുതിയതായിട്ട് കൊണ്ടുവന്ന് അത് നല്ലൊരു അന്തരീക്ഷം കുട്ടികൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്കൂളുകളിലും ലാബുകൾ, ചേലക്കര സ്കൂളിൽ കെമിസ്ട്രി ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പാഞ്ഞാൾ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിനുള്ള ഫണ്ട് ഇപ്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണി തുടങ്ങാറായിട്ടുണ്ട്, എഗ്രിമെൻ്റൊക്കെ ആയതാണ്. പിന്നെ നമുക്കറിയാം, കോവിഡ് കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 2020. സ്കൂളുകളൊക്കെ അടഞ്ഞു കിടന്നിട്ട് പിന്നീട് തുറക്കുന്ന അവസരത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സ്കൂളിന് സംഭവിച്ചിട്ടുണ്ട്. കുട്ടികളെ വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരുന്നു. അതിൻ്റെ ഒരു തുടക്കകാലവും കൂടി ആയതുകൊണ്ട് അത് നല്ലൊരു സ്ട്രെയിൻ എടുത്ത് തന്നെയാണ് ആ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ നമുക്ക് അറിയാം, 2 സ്കൂളും ധാരാളം കുട്ടികളുള്ള സ്കൂളാണ്. ചേലക്കര സ്കൂളിനെ സംബന്ധിച്ച് വേണ്ടത്ര ക്ലാസ് മുറികൾ ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബിൽഡിങ്ങുകളുടെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്യുകയും, പിന്നെ നമുക്കറിയാം, സ്കൂളിൻ്റെ മുമ്പിൽ ഒരു പാലമരം നിൽക്കുന്നത് അറിയാം അല്ലേ? ഒരുപാട് കുട്ടികളുടെയും അവിടെ വന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാലമരത്തിന് ചുറ്റും ഒരു ഇരിപ്പിടം ഉണ്ടാക്കി അവിടുത്തെ ആ ഒരു സാഹചര്യം ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അവിടെ വന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഒന്ന് കാത്തു നിൽക്കുന്ന സമയം വെറുതെ നിൽക്കാതെ അവിടെ ഒന്ന് ഇരിക്കുന്നതിനൊക്കെയുള്ള ഒരു സൗകര്യം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ റോഡുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. റോഡിന്റെ വികസനം ഈ ഡിവിഷനിൽ എല്ലായിടത്തും, പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ പഴയന്നൂർ പഞ്ചായത്തിൽ നമ്മുടെ വാണിയമ്പാറ റോഡ്, അത് കുറച്ച് വിവാദവും കൂടെ ഉണ്ടായി. പക്ഷെ ആ വിവാദം നല്ലതിന് വേണ്ടി തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. ആദ്യം തന്നെ ഞാൻ 25 ലക്ഷം രൂപ വെച്ചിട്ട് ആ റോഡ് മെയിൻ്റനൻസ് നടത്താൻ വേണ്ടിയിട്ട് ആണ് ഉദ്ദേശിച്ചത്. അത് ചെയ്യുകയും ചെയ്തു. അത് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മഴ സീസണിൻ്റെ തൊട്ട് മുമ്പ് ആണ് ആ പണി കഴിഞ്ഞത്. ഭാഗ്യവശാലോ ഞാനിപ്പോൾ അത് ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വാഴക്കോട് പ്ലാഴി റോഡിന്റെ പണി തുടങ്ങിയത്. അപ്പോൾ ഈ റോഡ് അടച്ചപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ആ റൂട്ടിൽ കൂടി സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോ പെട്ടെന്ന് ഈ ടാറിങ് ചെയ്തു കഴിഞ്ഞപ്പോ ഈ പുതിയ ടാറിങ്ങിന്
കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങി. അത് നാട്ടിൽ ഒരുപാട് വിവാദം സൃഷ്ടിച്ച ഒരു പരിപാടിയാണ്, ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ ഞാൻ വിദഗ്ധരെ സമീപിച്ചപ്പോൾ അവർ പറയുന്നത് അത് ചെയ്ത ടാറിങ്ങിന്റെ പ്രശ്നമല്ല, ഈ ഒരുപാട് വലിയ ഭാരവാഹനങ്ങൾ അതിൽ അമിതമായിട്ട് സഞ്ചരിച്ചപ്പോൾ അത് സംഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ മഴയുടെ ഒരു അവസ്ഥയും. അങ്ങനെ എന്ത് വേണമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നു, ഈ തരത്തിൽ ഗ്രാമീണ റോഡുകളുടെ ആ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ അത് പണിതിട്ടുള്ളത്. ഈ റോഡ് നിൽക്കണമെങ്കിൽ ആ രീതിയിൽ ഇനിയും പണിതിട്ട് കാര്യമില്ല. അപ്പോൾ അത് BMBC ആയിട്ട് പണിതെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അന്നത്തെ മന്ത്രിയും നമ്മുടെ MLA ആയിരുന്ന കെ രാധാകൃഷ്ണനെ സമീപിച്ച് ഈ കാര്യം ബോധ്യപ്പെടുത്തി അവതരിപ്പിക്കുകയും പിന്നീട് പുള്ളി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഏതായാലും ഇപ്പോൾ ആ റോഡ് വളരെ ഭംഗിയായിട്ട് മാറി. അതുകൊണ്ടാണ് ഞാനത് ഭാഗ്യം ആയി എന്നും കൂടെ പറഞ്ഞത്. അന്ന് അത് നടന്നില്ലെങ്കിൽ ഇപ്പോഴും ആ റോഡ് ചിലപ്പോൾ ആ രീതിയിലാകുകയുള്ളൂ. അങ്ങനെ ആ റോഡ് നല്ല രീതിയിൽ പണിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 3 ഡിവിഷനുകളിലുമായിട്ട് മറ്റ് റോഡുകളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊഴുപ്പാടം മായന്നൂർ റോഡ്, അതിലേക്ക് 35 ലക്ഷം രൂപ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഫാം റോഡ്, ഫാമില് ഒരുപാട് അവിടെ ഒരു കേര ബയോ പാർക്കിന്റെ ഒരു പണിയൊക്കെ നടന്ന് ആ റോഡ് നന്നായി താർന്നിരുന്നു. അവിടെ 26 ലക്ഷം രൂപ അതിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ MPയുടെ ആ തൊണ്ണൂർക്കര ആ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിന് 20 ലക്ഷം രൂപ വെച്ച് അത് പണിതിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം അതുപോലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. നമുക്ക് ഇനി ആശുപത്രി വികസനം, ഇപ്പോൾ ഇവിടെ ഈ സ്വന്തം ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഫണ്ടുകൾ, അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 3-4 ആശുപത്രികളുണ്ടല്ലോ ഇവിടെ, പഴയന്നൂർ, അതുപോലെ തന്നെ ചേലക്കര ആശുപത്രി, അത് ചെറിയ ചെറിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? അത് നമുക്ക് ത്രിതല പഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ അത് 3 വിഭാഗത്തിനും ഓരോ ചുമതലകൾ ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജില്ലാ ആശുപത്രികളാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ചുമതലയിൽ വരുന്നത്. താലൂക്ക് ആശുപത്രി ചേലക്കരയുണ്ട്, അത് ബ്ലോക്കിന്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അത് പഞ്ചായത്തിന്റെ കീഴിലാണ് വരുന്നത്. ഇവർക്കൊക്കെ നമുക്ക് സഹായങ്ങൾ ഈ പറയുന്ന തലത്തിലൂടെ എത്തിക്കാമെന്നല്ലാതെ നമ്മുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ അതില് സാധ്യമല്ല. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാമോഗ്രാം കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന മാമോഗ്രാം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ക്യാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് മാമോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എല്ലാ വർഷവും പാലിയേറ്റീവ് രംഗത്തേക്ക് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ കൊടുക്കാറുണ്ട്. പിന്നുള്ള ജില്ലാ ആശുപത്രിയാണ്, അവിടെ നമ്മുടെ നേരിട്ടുള്ള പദ്ധതികൾ ധാരാളം ഉണ്ട്. അത് വടക്കാഞ്ചേരിയാണ്. മറ്റു രീതിയിൽ ഇപ്പോൾ തൊഴിൽ സംരംഭവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും മറ്റ് പൊതു ധാരയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഈ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുധാരയിൽ ഉള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് നമ്മുടെ അറിവും കഴിവും ഉപയോഗിച്ച് ബന്ധപ്പെടുത്തി പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നേരിട്ട് നമുക്ക് ഈ 2 സ്കൂളുകളിൽ നമ്മുടെ അധ്യാപകര് സ്ഥിരം സ്ത്രീകളുടെയൊക്കെ എന്താ പറയണ്ട, അവരുടെ ശാസ്ത്രീകരണം അതുപോലുള്ള ശാക്തീകരണത്തിന്റെ മേഖലയിലാണെങ്കിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പാഞ്ഞാൾ പഞ്ചായത്തിലും ചേലക്കര പഞ്ചായത്തിലും ഓരോ. അത് ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള അത് ടീച്ചറുടെ ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു. അത് എന്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. എല്ലാ പഞ്ചായത്തുകളിലും വനിതാ ഫിറ്റ്നസ് സെന്ററുകൾ കൊണ്ടുവരണം എന്നുള്ളത്. അത് പ്രകാരമാണ് എനിക്ക് 2 പഞ്ചായത്തുകളിൽ ആണ് ഞാൻ നേരിട്ട് കൊടുത്തത്. പഴയന്നൂർ പഞ്ചായത്തിൽ അവിടെ 2 മെമ്പർമാര് ഉള്ളത് കൊണ്ട് അവിടേക്ക് നമ്മുടെ തിരുവല്ല ഡിവിഷന്റെ മെമ്പർ ദീപായസ് നായർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പഴയന്നൂർ പഞ്ചായത്തിന്റെ എളനാട് ഭാഗം ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പ്രത്യേകമായിട്ട് ഇപ്പോൾ 25-26 പദ്ധതിയിൽ 8 ലക്ഷം രൂപ വനിതാ ഫിറ്റ്നസ് സെന്ററിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഇവിടെ 13ാം വാർഡിലാണ് വരിക, ഒരു അംഗൻവാടിയുടെ മുകളിൽ അതിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചേലക്കര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷികവുമായിട്ടുള്ള ഒരു വലിയൊരു ഗ്രാമമാണ്. അപ്പോൾ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കാർഷികവും കാർഷികേതരമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ ഇവിടെയുള്ളതാണ്. അപ്പോൾ ഈ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ടീച്ചർക്ക് ഈ മെമ്പർ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇടപെടലുകളും അതിനുള്ള പ്രവർത്തനങ്ങളും നടത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വിഷയമാണ് കർഷകരുടെ വിഷയം എന്ന് പറയുന്നത്. നമ്മള് പ്രത്യേകിച്ച് ഇളനാട്, അതുപോലെ തന്നെ നമ്മുടെ ചേലക്കര, വട്ടുള്ളി, കുറുമല, കൂടുതൽ മലയോര മേഖലയാണ്. അപ്പൊ അവിടെ നിന്നുള്ള ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവിടെ നിന്നുള്ള വെള്ളം ഒഴുകി വന്നിട്ട് ബണ്ടുകൾ പൊട്ടിയിട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുള്ള ഒരു മേഖലയാണ് അത്. കാര്യമായ പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ തോടുകളുടെ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ചേലക്കര 15ാം വാർഡില് ഒരു 10 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ബണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പഴയന്നൂർ പഞ്ചായത്തില് 2 പദ്ധതികൾ തോടിന്റെ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ റോഡ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ SC പ്രോജക്റ്റുകൾ അങ്ങനെയുള്ളവയൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ ജനറൽ ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം പ്രവൃത്തികൾ നടത്താൻ പറ്റുള്ളൂ. ആ ജനറൽ ഫണ്ട് കിട്ടല് കുറവാണ്. ഒരു വർഷം 10 ലക്ഷമോ അങ്ങനെയൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഈ 5 വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത്തരം പദ്ധതികൾ, ഇപ്പൊ 10 ലക്ഷമൊന്നും അല്ല, ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അതിന് ഒരുപാട് ഫണ്ട് ആവശ്യമാണ്. പെട്ടെന്നൊന്നും അത് നമുക്ക് തോടിന്റെ സൈഡ് കെട്ടിയിട്ട് അത് പരിഹരിക്കല് എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റ് പദ്ധതികൾ വന്നിട്ടുണ്ട്, 1 കോടിയുടെ ഫണ്ടൊക്കെ മന്ത്രിയും MLA ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അത് പോരാന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇപ്പോഴും എന്റെ മുമ്പിൽ ഇനിയും കർഷകർക്ക് ഉള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇനിയും ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും നമുക്ക് ഇനി അടുത്ത തവണ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഈ 25-26 പദ്ധതിയിൽ ഒരു ഫണ്ട് 10 ലക്ഷം വെച്ചിട്ടുണ്ട് ഒരു പ്രദേശത്ത് തോടിന്റെ സൈഡ് കിട്ടുന്നതിന്. അപ്പോ ഇനിയും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഞാൻ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. ടീച്ചർ പറഞ്ഞത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ബണ്ട് കെട്ടലും അതുപോലെ തന്നെ വെള്ളം സൗകര്യം ഏർപ്പെടുത്തും. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള വിപണന സാധ്യത ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കർഷകർ പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രൊജക്ടുകൾ നമുക്ക് നടത്താൻ സാധിക്കും? വിപണന സാധ്യത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം നമുക്കിപ്പോ VFPCK അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൃഷി ഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പദ്ധതികളുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ച് വിപണി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. അപ്പൊ ഇളനാട് VFPCKയിലൊക്കെ ഒരുപാട് മതിയായ വില കിട്ടുന്നില്ല അവർക്ക്. പിന്നെ കൃഷി നാശം സംഭവിക്കുമ്പോണ്ടാവുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവർക്ക് നഷ്ടപരിഹാരം പോലുള്ള വിഷയങ്ങൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതിൽ നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിനുള്ള ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കില്ല. വിലയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവിലയൊക്കെ ഏർപ്പെടുത്തി ഗവൺമെന്റ് നല്ല രീതിയിൽ കർഷകരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി കൊടുക്കുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെയും കൂടി ഒരു ഇടപെടലുണ്ട്. അങ്ങനെ കർഷകരുടെ മേഖലയില് കർഷകർക്ക് എന്താണ് മോട്ടറുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജില്ലാ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ടീച്ചറുടെ ഈ ഒരു 5 വർഷത്തെ പ്രവർത്തനത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളെ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നോക്ക പ്രദേശമാണ്. പ്രത്യേകിച്ച് ഇതൊരു റിസർവേഷൻ മണ്ഡലം കൂടിയാണ്, നമുക്കറിയാം. അപ്പൊ ഒരുപാട് ഈ പറഞ്ഞ പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴും ഈ പറയുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഒരു ഉന്നമനം
മായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഇപ്പോൾ കളപ്പാറ കോളനി അടക്കമുള്ള മറ്റു പല കോളനികളും, അതുപോലെ തന്നെ ട്രൈബൽ കോളനികളുണ്ട്, പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ടീച്ചർക്ക് ഈ മെമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ഇനിയും ചെയ്യണം എന്നൊരു തോന്നലുണ്ടാവുമല്ലോ, നമുക്ക് കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു എന്നൊക്കെ. അങ്ങനെ വല്ല കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ടോ? പറഞ്ഞ കാര്യം ശരിയാണ്. പിന്നോക്ക വിഭാഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം തന്നെയാണ്. എന്നാൽ എനിക്ക് 5 വർഷത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ 5 വർഷം മുമ്പ് ഈ പ്രദേശത്തുകൂടെ ഇലക്ഷന്റെ പ്രവർത്തനവുമായിട്ട് നടന്ന ആ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഈ 2ാമത്തെ ഇലക്ഷനിൽ ഞാൻ ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉള്ളത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ ജീവിത നിലവാരത്തിൽ നല്ല വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയിട്ടുള്ളതും മിക്കവാറും ഈ ഒരു മേഖലയിൽ തന്നെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് കോളനികൾ എന്നിപ്പോ നമ്മൾ ആ പേര് തന്നെ മാറ്റിയിരിക്കുന്നു. അതില് എനിക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാല് ഗവൺമെന്റിന്റെ നിലയ്ക്കാണെങ്കിലും ഈ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണെങ്കിലും ഈ പിന്നോക്ക വിഭാഗക്കാരെ അഭിവൃദ്ധിക്ക് ഒരുപാട് ഫണ്ടുകൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ടും ആ ജനങ്ങളുടെ കണ്ണില് കോളനി എന്നുള്ള ആ ഒരു വാക്ക് പറയുമ്പോൾ അത് വല്ലാത്ത ഒരു അപകർഷതാബോധം അവരിൽ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ നാട്ടിലേക്ക് ഇറങ്ങിയാൽ തിരിച്ചറിയാൻ പറ്റില്ല. മുമ്പുള്ള കാലത്ത് തിരിച്ചറിയാവുന്ന തരത്തിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗക്കാരാണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേര് നമ്മുടെ ഇപ്പോഴത്തെ MP ഒഴിവാക്കിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് ഇത്തരം സങ്കേതങ്ങളുടെ അടിസ്ഥാന വീട്, അതുപോലെ തന്നെ അവർക്ക് ശുചിമുറി പോലുള്ള സൗകര്യങ്ങള്, അപ്പൊ പിന്നെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഇതുമായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടെന്ന് പറഞ്ഞാൽ ആ മേഖലയിലുള്ളത് അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഒരു പ്രത്യേക പ്രദേശം അല്ലെങ്കിൽ ഒരു പ്രത്യേക, നേരത്തെ പറഞ്ഞ കോളനി എന്ന് പറയാൻ പാടില്ല, പക്ഷെ എങ്കിൽ പോലും ആ ഒരു പ്രത്യേക ഏരിയയിലേക്ക് വേണ്ടിക്കൊണ്ട് ചിലപ്പോൾ അവിടെ റോഡായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ചില വീടുകൾ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. വീടുകളുടെ പുനരുദ്ധാരണം ഇപ്പോഴത്തെ പദ്ധതിയിൽ ഞാൻ, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് മനസ്സിലാക്കി വന്നതിന് ശേഷമാണ്. എനിക്കറിയാം പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ വീടുകളിൽ ശോചനീയമായിട്ടുള്ള വീടുകളുണ്ട്. പക്ഷെ അന്നൊക്കെ ഞാൻ അന്വേഷിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിന് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഫണ്ട് നീക്കി വെക്കാനുള്ള അനുവാദമില്ല. അപ്പോ പൊതുവിൽ പറ്റുന്ന റോഡുകള് അല്ലെങ്കിൽ സൈഡ് സംരക്ഷണം, അവരുടെ മണ്ണ് സംരക്ഷണം, അങ്ങനെ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ സാധിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവസാനത്തെ പദ്ധതിയിൽ ഞാൻ സംയുക്ത പദ്ധതിയായിട്ട് പഞ്ചായത്തുമായി ചേർന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോൾ അതിന് സാധിക്കും എന്നുള്ള ഒരു അറിവ് കിട്ടിയപ്പോൾ പഞ്ചായത്തിന് നമ്മൾ വിഹിതം നൽകിക്കൊണ്ട് 2, 3, 4 ഒക്കെ വീടുകളുടെ പുനരുദ്ധാരണം നടത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഡയറക്റ്റ് ആയിട്ടല്ല, പഞ്ചായത്ത് വഴി അത് ചെയ്യാവുന്ന രീതിയിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആവുന്നതേ ഉള്ളൂ. അത് എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ചെയ്ത ഒരു പദ്ധതിയാണ്. കാരണം ഫണ്ട് വന്നാലും ഇതിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ആവശ്യമില്ലാണ്ട് ഇവരുടെ ഫണ്ടാണല്ലോ അത് കളയണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമാണ്, എന്നാലും യഥാർത്ഥ ആവശ്യം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്ര അത്യാവശ്യമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പദ്ധതിയിൽ ഞാൻ വീടുകളുടെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഫണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു മേഖലയിൽ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് ടീച്ചറിൽ നിന്ന് മനസ്സിലാവാൻ കഴിയുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു. പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു സഹകരണവും അവരുടെയൊക്കെ ഒരു ടീച്ചറുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? അവരുടെയൊക്കെ ഏറ്റവും നല്ല സഹകരണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ MLA UR പ്രദീപ്
അതാണ് എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യം. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഇത്തരം രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിച്ചിട്ടില്ലാത്ത ആളാണ്. എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് മുന്നേ തൊട്ട് ഈ മേഖലയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും ജനിച്ചപ്പോൾ തൊട്ട് അങ്ങനെ കണ്ട് ഉള്ള ഒരു ശീലമാണ്. ഇവിടെ വന്നപ്പോൾ അതുകൊണ്ട് ഈ ഒരു 50 വയസ്സിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഒറ്റയ്ക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ആ കുറവ്, അവിടെ ഇവരുടെ ആ ഹെൽപ്പ് എനിക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട്. നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ നന്നായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ ടീച്ചറെ സംബന്ധിച്ചോളം റിട്ടയർമെന്റിന് ശേഷമാണല്ലോ, അപ്പൊ അതോ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നമുക്ക് കുറേശ്ശൊക്കെ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഏത് മേഖലയിലായിരുന്നു ആദ്യം ഈ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്? എങ്ങനെയായിരുന്നു? ഒരു കാര്യം പറഞ്ഞോട്ടെ, റിട്ടയർമെന്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു തവണയല്ല, പല തവണ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പെർമനന്റ് ടീച്ചർ അല്ലായിരുന്നു. എല്ലാ വർഷവും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള അധ്യാപനാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അതൊരു തടസ്സമായിട്ടില്ല. അതിന്റെ ഇടയ്ക്കും ഈ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. ഞാന് മാഷിന്റെ ഒപ്പം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മേഖല സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സ്ഥാനത്ത് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ LIC ഏജന്റാണ് ഞാൻ. പക്ഷെ ആ രംഗത്ത് എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രംഗത്തേക്ക് ഞാൻ ഒരു മികവ് തെളിയിച്ച ആളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയും എനിക്ക് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനും അവരുടെ ജീവിതവും ആയിട്ട് ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ ആദ്യം തന്നെ ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് കാണുന്നത്, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു എലക്ഷനെ നേരിടുന്നത്. ഒരു പക്ഷേ വലിയൊരു ഭാഗ്യമായിരിക്കും. കാരണം പലരും വാർഡ് തലത്തിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ, അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലൊക്കെ വന്ന് അങ്ങനെ ആണ് സാധാരണ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭാഗ്യം വന്നത്? ഭാഗ്യം വന്നതെന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. എല്ലാ തവണയും ഈ എലക്ഷൻ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം വേണമെന്നുള്ള നിയമമുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് 2020 തെരഞ്ഞെടുപ്പിൽ എൻ്റെ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കള് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഇവിടെ വരികയാണ് ഉണ്ടായത്. അന്ന് ഞാന് കൃഷിയൊക്കെ ആയിട്ട്, മാഷ് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇവിടെ അക്വാപോണിക്സും ഒക്കെ, പിന്നെ ചെറിയ ഇത് കൃഷികള്, പച്ചക്കറി അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നൊരു സമയമായിരുന്നു. ആ സമയത്താണ് ഇവര് ഇവിടെ വന്നു ഇങ്ങനെ ഒരു നിർദ്ദേശം. ഞാൻ അറിയുന്നില്ല, വന്നിവിടെ ഇരിക്കുമ്പോൾ അറിയുന്നില്ല. അത് കഴിഞ്ഞ് അവസാനം സംസാരമൊക്കെ കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് വല്ലാതെ എക്സൈറ്റ്മെന്റ് ആയി. അത് എത്രത്തോളം ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എന്ന് പറഞ്ഞാല് ചെറുപ്പം തൊട്ട് ഇങ്ങനെ, എനിക്ക് 3 ജ്യേഷ്ഠന്മാരാണ്. അവരുടെ ഒരു ചെറുകടിയിൽ ഒരു പെങ്ങളാണ്. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അപ്പൊ ആ ഒരു ഇതില് ഇങ്ങനെ സുഖമായി അതേപോലെ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അച്ഛൻ അധ്യാപകനായിരുന്നെങ്കിലും കോട്ടയത്ത് പാല. മാഷ് അവിടെ തന്നെയാണ്. മാഷ് അവിടെ തന്നെയാണ്, തൊട്ടടുത്ത വാർഡിലായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷമാണ് വന്നത്. 96 കല്യാണം. ഇവിടെ വന്നിട്ടാണ് ഞാൻ BEd ചെയ്ത് ഒറ്റപ്പാലം NSS കോളേജിലാണ്. അന്ന് ആദ്യം വന്നത് ഇവിടെ പഴയന്നൂർ പഞ്ചായത്തിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് BEd കഴിഞ്ഞു. പിന്നീട് ഇവിടേക്ക് എത്തിയത് 2000-ലാണ്. പാർട്ടിയുടെ ഒക്കെ ഒരു
പൂർണ്ണമായിട്ടുള്ള പിന്തുണയും അവരുടെ സഹകരണമൊക്കെ എങ്ങനെ? നല്ല സഹകരണം ഉണ്ട്, അതുകൊണ്ടാണല്ലോ അവരുടെ പ്രവർത്തനമാണ് ഈ രീതിയിൽ എത്താൻ കാരണം. അതെ അതെ, നല്ല സഹകരണം ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പക്ഷെ അന്ന് പാർട്ടി അന്ന് ഇത്രയും നമുക്ക് കിട്ടും എന്നുള്ള സീറ്റ് കിട്ടാത്തതാണ്. ആദ്യമായിട്ടാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സീറ്റ് കിട്ടും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയൊന്നും അന്ന് ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ നമുക്ക് നമ്മുടെ ഡിവിഷന്റെ ഭാഗമായിട്ട് വന്ന എല്ലാ പ്രദേശത്തും, അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നും ഒരു സ്കൂളിലാവില്ല, അപ്പോൾ ഒഴിവുള്ള സ്കൂളിലാണല്ലോ പോവുക. അപ്പോൾ ഈ സബ് ജില്ലയിലെ ഏകദേശം എല്ലാ സ്കൂളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂൾ അധ്യാപനം എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ കർഷകരുടെ കാര്യം പറഞ്ഞല്ലോ, വലിയൊരു സമ്പത്താണ് കുട്ടികൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത്. അതെ അതെ, നേരത്തെ ഒരുപാട് നമ്മൾ വികസന കാര്യങ്ങൾ നമ്മൾ ടീച്ചർ പറഞ്ഞു. മൊത്തം ഇപ്പൊ ഈ ഒരു 5 വർഷം ടീച്ചറുടെ ഈ ഒരു അധികാര പരിധിയിൽ വെച്ചുകൊണ്ട് എത്ര കോടിയുടെ വികസന ഫണ്ട് ഈ ഒരു മണ്ഡലത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ചേലക്കരയ്ക്ക് വേണ്ടിയിട്ട്, ചേലക്കര ഡിവിഷന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു 10 കോടിയിൽ പരം എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഫണ്ടുകൾ എൻ്റെ കയ്യിലൂടെ പദ്ധതികളായിട്ട് വന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വനിതാ ഫിറ്റ്നസ് സെന്റർ ഒക്കെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളാണ്. അങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ 10 കോടിയിൽ പരം രൂപയുടേത് ഈ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഞാൻ ജനറലായിട്ട് അങ്ങനെ പറയാൻ പറ്റും. അതിനകത്ത് നമ്മുടെ ലൈഫിലൊന്നും വന്നത് പറഞ്ഞിട്ടില്ല കേട്ടോ. ലൈഫിന് ഒരു വിഹിതം ജില്ലാ പഞ്ചായത്ത് കൊടുക്കുന്നതാണ്. ചേലക്കര പഞ്ചായത്താണ് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് വീടുകൾ കൊടുത്തിട്ടുള്ളത്. 400-ന്റെ അടുത്ത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അന്ന് ജില്ലാ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഒരു അവാർഡ് ഉണ്ടായിരുന്നു, അത് കിട്ടിയത് ചേലക്കരയ്ക്കാണ്. അന്ന് അവർ പറഞ്ഞ നമ്പറിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ആയിട്ടുണ്ട്. കാരണം എഗ്രിമെന്റ് വെച്ചതിന്റെ ഒക്കെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പാഞ്ഞാൾ പഞ്ചായത്തിന് ആയിരുന്നു 2ാം സ്ഥാനം. അതൊക്കെ എന്റെ ഡിവിഷനിലുള്ള പഞ്ചായത്തുകളാണ്. എന്തായാലും അതിന്റെ ഒരു സന്തോഷം ടീച്ചറുടെ മുഖത്തുണ്ട്. നമുക്ക് ഇനി നമ്മൾ പറയാനുള്ളത്, ഇനി ഒരു അടുത്ത 5 വർഷം കൂടെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇനി വോട്ടർമാരെ സമീപിക്കുന്നതും. ഈ ഒരു പ്രവർത്തനത്തിന്റെ ഒരു സിഗ്നേച്ചറാണ് ജനങ്ങളെ ഇനിയും തരാൻ പോകും അല്ലേ? ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഒരു അംഗീകാരം കൂടിയാണ്. ഇനി എന്തെല്ലാമാണ് നമുക്ക് അടുത്ത 5 വർഷം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. എന്തൊക്കെയാണ് പ്രേക്ഷകരുമായിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളിൽ നിന്ന് വരുന്ന ആവശ്യങ്ങൾ പരമാവധി ചെയ്തു കൊടുക്കുന്നതിന് ഞാൻ എന്നും സന്നദ്ധമാണ്. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതിലൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതാണ്. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? ഒരു താഴെത്തട്ടിലുള്ള ആളുകൾക്ക് നമ്മൾ മറ്റ് സൗകര്യങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങള് പോലെ തന്നെ വലുതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുപോലെ കാർഷിക രംഗത്തും പരമാവധി പ്രവർത്തിക്കാനാണ്, ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പ്രവർത്തനം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ആളല്ല. ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും സഹായവും സഹകരണവും എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അത്ഭുതത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. മുൻ പരിചയം ഉണ്ടായിരുന്ന പല മെമ്പർമാർക്കും കിട്ടിയിട്ടുള്ളതിനേക്കാൾ ഫണ്ട് എനിക്ക് ഈ ഡിവിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവരുടെയൊക്കെ സഹകരണം, പാർട്ടിയുടെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഒക്കെ ഒരു സഹകരണം ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും മറ്റ് ഡിവിഷനിലേക്കുള്ള ഫണ്ടുകൾ ആ ഡിവിഷൻ മെമ്പർമാരോട് പറഞ്ഞ് അങ്ങനെ വരെ ഞാൻ ഈ SC മേഖലയിലേക്കൊക്കെ കൂടുതൽ എനിക്ക് അനുവദിച്ചതിനേക്കാൾ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പം കിട്ടിയ അവസരം
ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കണം. ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിട്ട് ആയിരുന്നു. അപ്പൊ ഇനി ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും. അതും ശരിക്കും ഒരു അംഗീകാരം തന്നെയാണ്, ജനങ്ങൾ തന്ന അംഗീകാരം തന്നെയാണ്. പാർട്ടിയാണ് ഏൽപ്പിച്ചതെങ്കിൽ പോലും ജനങ്ങളുടെ ഒരു അംഗീകാരം തന്നെയാണ്. തീർച്ചയായും ടീച്ചറുടെ ഇനിയുള്ള അംബിഷൻസ്, ആഗ്രഹങ്ങൾ, ഈ ചേലക്കരയുടെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ടീച്ചർക്ക് ഇനിയും പ്രവർത്തിക്കുവാനും ഇടപെടാനും അതൊക്കെ സാധിച്ചു തരാനും ജനങ്ങളുടെ ഇംഗിതം അനുസരിച്ചും കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ. നല്ലൊരു വിജയാശംസകൾ ഞങ്ങൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.